നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കർക്കിടകം 1, 2025 വർഷത്തിലെ കർക്കിടക മാസം 1-ാം തീയതിയാണ് നാളെ. എല്ലാവരും നാളെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിൽ വിചാരിച്ച് രാമായണ പാരായണമൊക്കെ നടത്തുക. രാമ 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 ശ്രീരാമചന്ദ്ര ജയ സീതാഭിരാമ ജയ. അപ്പോൾ എല്ലാവരും നാളെ നല്ലൊരു ദിവസം ആരംഭിക്കുകയാണ്. കർക്കിടക മാസം 1-ാം തീയതി എല്ലാവരും വളരെയധികം പ്രാർത്ഥനയോടുകൂടി തന്നെ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക. അതുപോലെ തന്നെ രാമായണ പാരായണമൊക്കെ എല്ലാ വീടുകളിലും രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിയിട്ട് ശുദ്ധമായിട്ട് തന്നെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കിയിട്ട് നാളെ തന്നെ രാമായണ പാരായണമൊക്കെ ആരംഭിക്കുക. നമ്മുടെ ക്ഷേത്രത്തിലും നാളെ തന്നെ കർക്കിടക മാസം രാമായണ മാസമായിട്ട് കൊണ്ടാടുകയാണ്. അപ്പം എല്ലാവരെയും അതിൽ എൻ്റെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയാനായിട്ട് ആൾക്കാർ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം അവരുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഈ രാമായണ മാസമാണെങ്കിൽ കൂടി ഞാൻ നിങ്ങളുടെ പേരിലെല്ലാം പൂജ നടത്തിക്കോളാം. അതേപോലെ തന്നെയുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കോളാം. അവർക്ക് പലർക്കും നല്ല രീതിയിലുള്ള അനുഭവം കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ അവർ വിളിച്ചു പറയാൻ നേരത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ പലരും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം തന്നെയാണ്. ഈ ഒരു നാളെ തുടങ്ങുന്ന രാമായണ മാസത്തിലായി കൂടി വളരെയധികം സന്തോഷം. അങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കാൻ നേരത്ത് കുറച്ച് പേരുടെ കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചിലർക്കുണ്ട്. അതുകൂടി നമുക്ക് പരിഹാരം കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ കോളില്ല, അതായത് നോർമൽ കോൾ ചെയ്യാൻ പറ്റില്ല, മെസ്സേജാണ് അയക്കേണ്ടത്. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അത് മേളിൽ വരും, ഞാൻ നോക്കിക്കോളാം. അത് പ്രധാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തെ 27 നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് തന്നെ. ഇപ്പോൾ ആദ്യമായിട്ട് പറയാനാണെങ്കിൽ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന് ഔദ്യോഗികമായി മാനസികമായിട്ടുള്ളൊരു സംഘർഷമൊക്കെ കൂടുന്നൊരു അവസ്ഥയാണ് ഈ മാസം ഉള്ളത്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമവും ഗർഭപരിരക്ഷയും വേണ്ടിവരും. അതുപോലെ തന്നെ രാമായണം അതുപോലെ തന്നെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിരിക്കും, അതിനുള്ളൊരു താല്പര്യം കൂടുതലായിരിക്കും. ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അന്നദാനം ദാനമൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ മാസം. ഭരണി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരാനായിട്ടുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് തയ്യാറാകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. കുടുംബാന്തരീക്ഷത്തിലൊക്കെ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. ഉദര സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടനവധി ചുമതലകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ വരാം. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു പോകാനായിട്ട് ശ്രമിക്കുക.
ഇനി നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിന് പൊതുവേ ശത്രുക്കളൊക്കെ മിത്രങ്ങളായി വരാനുള്ളൊരു സാധ്യത കാര്യങ്ങളൊക്കെ കാണുന്നു. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കൊളീഗ്സൊക്കെ ആയിട്ട് ഒത്തുചേർന്ന് രമ്യതയിൽ പോകാനുള്ളൊരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട്. പലരെയും സഹായിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ പണമിടപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമാണ് വരുന്നത്. എന്തെങ്കിലും ബാങ്ക് പേപ്പേഴ്സ് അതുപോലെ തന്നെയുള്ള ലോൺ സംബന്ധിതമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധാപൂർവം നോക്കി കണ്ട് വായിച്ചതിന് ശേഷമേ ഒപ്പുവെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇടനിലക്കാരായി നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം പ്രത്യേകിച്ച് കേട്ടോ. അതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ മാസഫലം. ഇനി രോഹിണി നക്ഷത്രത്തിന് ഈ മാസം വളരെയധികം സാമ്പത്തികമായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരത്തത് ബ്രാൻഡ് കാര്യങ്ങൾ അത് ഗുണമേന്മയുള്ളതാണോ എന്നൊക്കെ നോക്കി വാങ്ങിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് അലച്ചിൽ, യാത്രാക്ലേശം കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഉദ്യോഗ മാറ്റം ഉണ്ടാകും. ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ വന്നു ചേരാനായിട്ടുള്ളൊരു കാര്യങ്ങളും ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരും. മകയിരം നക്ഷത്രത്തിന് ഈ മാസം പുതിയൊരു വാഹനം വാങ്ങാൻ, അതായത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങാനുള്ളൊരു തീരുമാനമൊക്കെ മാറ്റിവെക്കും. അതുപോലെ ദുശ്ശീലം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യപരമായി നോക്കുന്നതുകൊണ്ട് അത് നിർത്താനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് ചേരുമെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് അതൊക്കെ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വ്യതിചലിക്കാനും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും ഉള്ളൊരു സാഹചര്യമൊക്കെ വന്നു ചേരും. ഈശ്വര പ്രാർത്ഥന കൂട്ടാനായിട്ടുള്ളൊരു കാര്യങ്ങൾ ഈ മാസം നിങ്ങൾ പൂർണ്ണമായും നോക്കുക. കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനം വളരെയധികം കൂട്ടാനായിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനുമായിട്ടുള്ളൊരു അടുപ്പം കൂടുതലായിട്ട് വരുത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. തിരുവാതിര നക്ഷത്രത്തിന് ഈ മാസം പൊതുവെ കർക്കിടക മാസത്തിൽ വിനയം, ക്ഷമ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുവാനുള്ളൊരു സാഹചര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും, കളിയാക്കി എന്തെങ്കിലും പറഞ്ഞാലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ ബന്ധുക്കൾ എന്തെങ്കിലും വയ്യാതെയൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കാനുള്ളൊരു സമയം കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഭഗവാൻ ശിവനെ ഒന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ അതുപോലെ തന്നെ ഹനുമാനെയൊക്കെ ഒന്ന് കൂടുതലായിട്ടൊരു പ്രാർത്ഥിക്കാനുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുക വഴി നിങ്ങൾ കുടുംബത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ വന്നു ചേരും. പുണർദം നക്ഷത്രത്തിന് ഈ കർക്കിടക മാസം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും. അതുപോലെ തന്നെ സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മേലധികാരിയുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും. ആത്മവിശ്വാസക്കുറവ് കൊണ്ട് തന്നെ പല ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ തോൽക്കാനൊക്കെ ഇടവരുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ജീവിതമാർഗത്തിന് വഴിത്തിരിവുണ്ടാകുന്ന ഒരു കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് അവസരമൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ച് ഈ മാസം നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനാ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കാണുന്നു. പൂയ നക്ഷത്രത്തിന് കർക്കിടക മാസത്തിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ വിശ്വസ്തയോടെയുള്ളൊരു കാര്യങ്ങൾ ജോലി സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരൊരു പ്രശസ്തി കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. സങ്കീർണമായ വിഷയങ്ങളാണെങ്കിലും സമയോചിതമായ കുറച്ച് ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് അനിശ്ചിതാവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഒഴിവാകാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത്
ഈ പറഞ്ഞ ഭദ്രകാളിയുടെ ഒരു ഈശ്വരാധീനം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഈ മാസം. ആയില്യം നക്ഷത്രത്തിന് തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം, അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ പ്രണയബന്ധമൊക്കെ സഫലമാകാനുള്ളൊരു സാഹചര്യമാണ്. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാനും ഒക്കെ അവസരം ഉണ്ടാവും. മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരത്തേക്കൊരു ഔദ്യോഗികമായിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്കയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദപരമായിട്ടുള്ള ചികിത്സയായിരിക്കും കൂടുതൽ ഫലവത്താകുക. മകം നക്ഷത്രത്തിന് ഈ മാസം ആഹാരപദാർത്ഥം അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ അസ്ഥിവാത നീർദോഷ രോഗങ്ങൾ സ്വസ്ഥത കുറയ്ക്കും. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ വന്നു ചേരും. മേലധികാരി ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും. ഏകദേശം വരവും ചെലവും ഒക്കെ ഏകദേശം തുല്യമായിരിക്കും. വാഹന ഉപയോഗം ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൂരനക്ഷത്രം അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. വിജ്ഞാനം നേടാനും അറിവൊക്കെ പകർന്നു കൊടുക്കാനും ഒക്കെ ഒരു അവസരം കാര്യങ്ങൾ വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. അവിചാരിതമായ കുറച്ച് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആദി കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്. കഫ നിർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. അതുകൊണ്ട് ശിവൻ്റെ ക്ഷേത്രത്തിൽ ധാര നടത്തുന്നതുകൊണ്ട് നല്ലൊരു കാര്യമാണ് വരാനായിട്ടുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് ശിവൻ്റെ ക്ഷേത്രത്തിൽ കൂടുതലായിട്ട് പോവുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പാൽപ്പായസം നടത്തുന്നതുകൊണ്ട് വളരെയധികം നല്ലതാണ്. ഉത്തര നക്ഷത്രം നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനങ്ങളുണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പരിശീലനമൊക്കെ തുടങ്ങാനുള്ളൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം കാര്യങ്ങളൊക്കെ ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരും. പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടാനായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് അഹോരാത്രം നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവർക്ക് ഉള്ള ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടാണ് ഈ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ മറ്റുള്ളവർക്കൊരു സംശയം കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തന്നെ നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിലൂടെ അവർക്ക് നമ്മളെ മനസ്സിലാകാനുള്ളൊരു സാഹചര്യം, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നമുക്കൊരു നല്ലൊരു സ്ഥാനം ലഭിക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉത്തരം നക്ഷത്രത്തിന് ഈ മാസം വന്നു ചേരും. അത്തം നക്ഷത്രം അഭയം പ്രാപിച്ചു വരുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാനായിട്ടൊക്കെ നിങ്ങൾ തയ്യാറാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ളൊരു ജാഗ്രത മനസ്സിലുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്ന ഒരു ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ സഹായിക്കാനും അവരെ നല്ല രീതിയിൽ നോക്കാനായിട്ടൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ബന്ധുക്കൾക്കിടയിൽ പ്രകൃതിക്ക് ഒരു ബന്ധുക്കൾക്കിടയിൽ നമ്മൾ ചില രീതിയിൽ മോശമായിട്ടൊക്കെ വരും. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനായിട്ടൊക്കെ സാധിക്കും. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നുള്ള തിരിച്ചായിട്ടുള്ള, അതായത് നമ്മൾ ഉപകാരം ചെയ്തവർ തന്നെ നമുക്കെതിരായിട്ട് വന്നൊരു നിലപാടൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും?
അത് നമുക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഒരു അർച്ചന ചെയ്യുക, ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ ഒരു തൃക്കൈ വെണ്ണ കൂടി സമർപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ റെഡിയാകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മാസം. ചിത്തിര നക്ഷത്രത്തിന് ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ളൊരു സാഹചര്യം വന്നു ചേരും. ആജ്ഞാന പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആശ്വാസമൊക്കെ തോന്നും. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമായിട്ടൊക്കെ തോന്നുകയില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ചിലർക്ക് നമ്മളിൽ അവിശ്വാസം ഉണ്ടാവും, വിശ്വാസമില്ലായ്മ. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനമൊക്കെ വന്നു ചേരും. പകർച്ചവ്യാധിയൊക്കെ വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചോതി നക്ഷത്രത്തിന് ഈ കർക്കിടക മാസത്തിൽ ചികിത്സകളാലും അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യത്തിനൊക്കെ ഒരു ഭാഗ്യമൊക്കെ കാണുന്നു. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമൊക്കെ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ വന്നു ചേരും. സാമ്പത്തികമായിട്ടൊക്കെ ഒരു പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ ഗൃഹമൊക്കെ മേടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ചിന്തകൾ അതുപോലെ തന്നെ കുറച്ച് നല്ല രീതിയിലുള്ള ആശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അനന്ത സാധ്യതയോടുകൂടിയ മേഖലകളിലൊക്കെ ജോലി ചെയ്യാനുള്ളൊരവസരമൊക്കെ വന്നു ചേരും. വിശാഖ നക്ഷത്രത്തിന് ഈ മാസം വിശിഷ്ടമായിട്ടുള്ളൊരു വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ളൊരു അവസരമൊക്കെ വന്നു ചേരും. ഈശ്വര പ്രാർത്ഥനകളും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെ പല രീതിയിലുള്ള രോഗപീഠകളിൽ നിന്നൊക്കെ മോചനം കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നു. അതുപോലെ തന്നെ പല രീതിയിലുള്ളൊരു ശുഭമുഹൂർത്തങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവും. ക്ഷേത്രങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥനാ കാര്യങ്ങളിലൊക്കെ പോകാനുള്ളൊരു സാഹചര്യമൊക്കെ വന്നു ചേരും. കൂടുതലായിട്ട് ഭഗവാനുമായിട്ട് ചേർന്ന് നിന്ന്, അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഇതിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള നിങ്ങൾക്ക് ഉള്ള ജോലി കൃത്യതയോടുകൂടി തന്നെ കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാവും. അനിഴം നക്ഷത്രം ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടും അവർ പറയുന്ന കാര്യങ്ങളും കൊണ്ടും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും. സുരക്ഷാ പദ്ധതികളിൽ മറ്റുള്ളവരുടെ നല്ല രീതിയിലുള്ള ഉപദേശം കൊണ്ട് തന്നെ പണം നിക്ഷേപിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. നമ്മുടെ ചിന്തകളും മറ്റുള്ളവരുടെ ചില സൗഹൃദങ്ങളിലുള്ള ചിന്തകളും ഒക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, വാക്ക് തർക്കമൊന്നുമല്ല, അതിൻ്റെ ഒരു ചെറിയ മാറ്റങ്ങൾ, അവരുമായിട്ടൊക്കെ വലിയൊരു അടുപ്പമില്ലായ്മ കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ മാന്യമായിട്ടുള്ള ഒരു പ്രവൃത്തി കാര്യങ്ങൾ കൊണ്ട് തന്നെ പല രീതിയിലും ശോഭിക്കാനായിട്ടുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച, അതുപോലെ എന്തെങ്കിലും ഒരു ബോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീം ലീഡർ അതുപോലത്തേക്ക് ഒരു പോസ്റ്റ് ലഭിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിന് ഈ മാസം അവതരണ ശൈലിയിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പല കാര്യങ്ങളിലും സംസാരിക്കേണ്ടതായുണ്ട്. തൊഴിൽ മേഖലകളിലൊക്കെ സമ്മർദ്ദം കൂടാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതുകൊണ്ട് പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താം. അതുപോലെ തന്നെ സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാനൊക്കെ അവസരം കാര്യങ്ങളൊക്കെ വന്നു ചേരും. പല രീതിയിലും നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഉള്ള കാര്യങ്ങളൂടെ ചെയ്തു പോകുന്നതുകൊണ്ട്
പല രീതിയിലും ലക്ഷ്യപ്രാപ്തി നേടാനായിട്ടുള്ളൊരു സാഹചര്യ കാര്യങ്ങളൊക്കെ വന്നു ചേരും. മൂലം നക്ഷത്രത്തിന് കർക്കിടക മാസത്തിൽ പ്രാദേശികമായിട്ടുള്ള പിന്തുണ കാര്യങ്ങളൊക്കെ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കാനുള്ളൊരു സാധ്യത കാര്യങ്ങളൊക്കെ കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം, വ്യായാമം, അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ശീലിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങൾ കാണുന്നു. വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങളില്ലാതെ പണം മുടക്കരുത് ഈ മാസം. അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മമേഖലകളിൽ നിന്ന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാവുമെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് നിങ്ങൾക്ക് നല്ലത്. പൂരാടം നക്ഷത്രത്തിന് ഈ മാസം ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനങ്ങളാൽ ഇത്തരം ഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കാനും ലാഭമൊക്കെ നേടാനുമായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധാകാര്യങ്ങളൊക്കെ വേണം. മേലധികാരികൾ ചെയ്തു വെച്ച അബദ്ധങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ളൊരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഈ മാസം വന്നു ചേരും. ഉത്രാടം നക്ഷത്രം വ്യായാമവും ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താനായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കും. സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകാൻ അവസരമുണ്ടെങ്കിലും വാഹനം ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ജീവിത പങ്കാളിയുടെ സാന്ത്വന വചനങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഇതാണ് ഈ മാസത്തെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഔദ്യോഗികമായിട്ടൊക്കെ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥയൊക്കെ കണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരമൊക്കെ നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാനൊക്കെ നിർബന്ധിതനാവുന്ന ഒരു അവസ്ഥ കാര്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിരോധികളായിത്തീരുന്ന ഒരു സാഹചര്യം കൂടി ഈ മാസം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ കടുംപായസം ചെയ്യുക. അതുപോലെ തന്നെ ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് നെയ്വിളക്കും കൂടി സമർപ്പിക്കുക. അവിട്ടം നക്ഷത്രം വ്യത്യസ്തമായുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും. നിർത്തിവെച്ച വിദേശബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ടുള്ളൊരു സാഹചര്യം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശത്രുതയ്ക്കൊക്കെ വഴിയേരിക്കാനുള്ളൊരു സാധ്യത കൂടി കാണുന്നു. അതായത് ബന്ധുക്കളുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ, അവരെ സഹായിക്കാനാണെങ്കിൽ പോലും ഇടപെടുകയാണെങ്കിൽ അവർക്കത് ദേഷ്യമല്ലേ വിരോധമായിട്ടൊക്കെ തോന്നുന്നതാണുള്ള കാര്യമാണ് ഈ മാസം സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഇടപെടാതെ മാക്സിമം ഒന്ന് ശ്രമിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ മീഡിയേറ്ററായിട്ടൊക്കെ നിൽക്കും. അതൊക്കെ കുറച്ച് മറ്റുള്ളവരുമായിട്ടുള്ളൊരു തർക്കത്തിനും കാര്യത്തിനൊക്കെ വഴിയൊരുക്കും. ചതയം നക്ഷത്രം ഉദ്യോഗമൊക്കെ നഷ്ടപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥന കൊണ്ട് അതിനും നല്ലൊരു ജോലി ലഭിക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. പ്രവർത്തനരഹിതമായ വ്യവസായം ഒഴിവാക്കി ഭൂമി ക്രയ വിക്രയങ്ങളിൽ പണം മുടക്കും. സുഹൃത്തിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ചുമതലകളും കുറച്ച് യാത്രാക്ലേശമൊക്കെ വർദ്ധിക്കാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശിവന് പാൽപ്പായസം
നേദിക്കുക. അതുപോലെ തന്നെ ജലധാര കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്തോളുക. അതുപോലെ കൂട്ട് നമസ്കാരം ഈ മാസം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാകും. വ്യാപാര വിപണന മേഖലകളിലൊക്കെ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദേശ വിപണന സാധ്യതകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തും. അതുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ ചിട്ടയോടുകൂടിയൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തികമായിട്ട് ഉയർച്ച കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നു ചേരും. ഉത്രട്ടാതി നക്ഷത്രം ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സത്കീർത്തിയും ബഹുമാന്യതയൊക്കെ വന്നു ചേരും. കുടുംബാംഗങ്ങളെയൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കമുള്ള തൊഴിൽ ക്രമീകരിക്കുവാനോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് മാറ്റത്തിനോ ഒക്കെ ഒന്ന് സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച, ട്രാൻസ്ഫർ അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്താനായിട്ട് അവസരം കാര്യങ്ങളുണ്ടാവും. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ജാഗ്രത ഉണ്ടായിരിക്കണം. കാരണം ഇടയ്ക്കൊക്കെ വിളിച്ച്, ദൂരദേശത്താണെങ്കിൽ നിങ്ങൾ വിളിച്ച് തിരക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതുപോലെ രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് ആയുർവേദ ചികിത്സയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നാവുക. രേവതി നക്ഷത്രം സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായിട്ട് ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനമൊക്കെ ഉണ്ടാവും. പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. നല്ല സമീപനം മൂലം കാര്യവിജയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പുതിയ തലമുറയിലുള്ളവർക്ക് സദാചാര നിർദ്ദേശങ്ങൾ നൽകാൻ അവസരം ലഭിക്കും. അതവർ പാലിക്കുന്നതിലൊക്കെ കൃതാർത്ഥമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നു. അവരത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തു പോകുന്നതിൽ അത് കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി കാര്യങ്ങളൊക്കെ വന്നു ചേരും. പ്രധാനമായിട്ട് ഇതാണ് കർക്കിടക മാസത്തിലെ 27 നക്ഷത്രക്കാരുടെ പൊതുവെ കൂടിയുള്ളൊരു ഫലങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രാർത്ഥന മുടക്കരുത്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലൊക്കെ കൂടുതലായിട്ട് പ്രാർത്ഥന, വിഷ്ണു കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് ചെയ്യുക. അതുപോലെ രാമായണ മാസ പൂജയായിട്ട് എന്തെങ്കിലും ചെയ്യുക. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഇതിലേക്ക് വിളിച്ചു ചോദിക്കുക. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വിളിച്ചു ചോദിക്കുക. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങൾ, അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ സമയം കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ രാമായണ മാസക്കാലം ആയിട്ട് തന്നെ കൊണ്ടാടുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള പൂജകളും കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നതിനും ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇത്തിരി കൂടിപ്പോയി, എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് തന്നെ. നല്ല രീതിയിലൊക്കെ ഈ രാമായണ മാസക്കാലം തുടർന്ന് നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഐശ്വര്യമൊക്കെ വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വേറൊന്നുമില്ല. ജയ് ശ്രീറാം. നമസ്കാരം. ജീവേഷ്.